ദില്ലി മദ്യനയ കേസിൽ ഗോവയുടെ ചുമതലയുള്ള AAP നേതാവിന്റെ വസതികളിലടക്കം ED റെയ്ഡ്. AAP നേതാവ് ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് ED റെയ്ഡ്. ചണ്ഡീഗഡിൽ 20 ED റെയ്ഡ് തുടരുന്നു. സിബി ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിബി, റെയ്ഡ് തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? വിനു, ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടക്കുമ്പോൾ ഒരു വശത്ത് EDയുടെ റെയ്ഡ് വീണ്ടും തുടരുകയാണ്. ഇന്നിപ്പോൾ ഗോവയുടെ ചുമതലയുള്ള AAP നേതാവിന്റെ വീട്ടിലാണ് റെയ്ഡ്. AAP നേതാവ് ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. ദീപക് സിംഗ്ലയുടെ ദില്ലിയിലെ വസതിയിലും അതുകൂടാതെ NCRനും അടക്കമല്ല നിലയിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇത് പ്രധാനമായും ഈ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ AAP നേതാവായ ദീപക് സിംഗ്ലയ്ക്കും പങ്കുണ്ട് എന്നതാണ് ED ആരോപിക്കുന്നത്. AAPയുടെ മുൻ സ്ഥാനാർത്ഥി, അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ദീപക് സിംഗ്ല. ദീപക് സിംഗ്ലയ്ക്കായിരുന്നു ഗോവയുടെ ചുമതല ഉണ്ടായിരുന്നത്. ഇതിൽ ഈ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി പണമെല്ലാം നിലയും ഗോവയുടെ തെരഞ്ഞെടുപ്പിലേക്കും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിലേക്കും മാറ്റി എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ED കോടതിയിൽ ഉന്നയിച്ചത്. ഇത് പ്രകാരം ഈ ഗോവയിലെ ഹവാലപ്പണം അടക്കമെല്ലാം തന്നെ ഒഴുകി എന്നെല്ലാം നിലയും കഴിഞ്ഞ ദിവസം ED ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ദീപക് സിംഗ്ലയുടെ വീട്ടിലും റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആം ആദ്മിയുടെ പാർട്ടി MLA ആയ ഗുലാബ് സിംഗ് യാദവിന്റെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് മുൻ MLA ആയ ഗുലാബ് സിംഗ് യാദവ്, ഇപ്പോൾ AAPയുടെ നേതാവായ ഗോവയുടെ ചുമതല ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. എന്തായാലും അന്വേഷണ ഏജൻസികളിൽ ED ഇപ്പോഴും AAP നേതാക്കളുടെ വീടുകളിലും മറ്റും എല്ലാം നിലയും റെയ്ഡ് പുരോഗമിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോഴും ആ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബി, മറ്റ് നേതാക്കളുടെ വീടുകളിലേക്കും റെയ്ഡ് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ? അതായത് ചണ്ഡീഗഡിൽ 20 ED റെയ്ഡ് നടത്തുകയാണ്. ഇപ്പോൾ AAP നേതാവ് ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തുന്നത്. കൂടാതെ തന്നെ മറ്റ് 20 ED റെയ്ഡിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് റെയ്ഡ് എത്താനുള്ള സാധ്യതകളല്ലേ നിലനിൽക്കുന്നത്? ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ റെയ്ഡുകളും അതോടൊപ്പം തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് എല്ലാം തന്നെ പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാക്കൾ അടക്കം വലിയ ഒരു പരാതി നൽകിയെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴും ED ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് AAP നേതാക്കൾ, ദില്ലിയിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന AAP നേതാക്കളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലുമാണ് ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ. ശരി, സിബി ആണ് വിശദാംശങ്ങൾ നൽകിയത്.